ഹായ് ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നെക്സ്റ്റ് ഡേ മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ. സോ ഇനി ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ഇവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാം ഓൺലി സ്റ്റഡി പർപ്പസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ആക്ച്വലി ഈ വീഡിയോ ഒരു ലേണിംഗ് വീഡിയോ ആയിരിക്കും. മോസ്റ്റ്ലി ലേണിംഗ് വീഡിയോ എന്ന് വെച്ചാൽ മാർക്കറ്റിലെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എല്ലാം മോസ്റ്റ്ലി ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. മെയിൻ അതായിട്ട് നമുക്ക് ഇൻട്രാഡേ ലെവൽസും കൂടി ഡിസ്കസ് ചെയ്യാൻ, ദെൻ മെയിൻ ആയിട്ട് നമ്മുടെ ആ സ്ട്രക്ചർ, ഓവറോൾ സ്ട്രക്ചറും അതും ലേണിംഗ് പർപ്പസ് മോസ്റ്റ്ലി മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ എന്താ ഇനി നടക്കുന്നത്. സോ വീഡിയോ ഫുള്ള് കാണുന്നത്, മസ്റ്റായിട്ട് കാണുന്നത് കുറച്ചുകൂടി ബെറ്റർ, കുറച്ചുകൂടി ക്ലിയാരിറ്റി കിട്ടും ബിഗർ ടൈം ഫ്രെയിമിലും. ആൻഡ് ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് അപ്കമിങ് ടൈമിനോട് എന്താ ചെയ്യേണ്ടത്, എന്താ നമ്മൾ നോക്കേണ്ടത്, എൻ്റെ പ്ലാനിങ് എങ്ങനെയാണ്, മീൻസ് നമ്മൾ ഇൻ ഫ്യൂച്ചർ ഇത്രയ്ക്ക് ആഫ്റ്റർ ഫോൾ ഇനി മാർക്കറ്റ് ഇവിടെ ബേസ് ഉണ്ടാക്കും. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇനി ഒരു കൺഫർമേഷൻ എടുക്കേണ്ടത് ഫോർ നെക്സ്റ്റ് ഒരു ബൈക്ക്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിലേക്ക് എടുക്കാം. നമ്മുടെ റെഗുലർ വ്യൂവറാണ് രാഹുൽ രാഘവൻ. കമൻറ്റ് ചെയ്തായിരുന്നു, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചായിരുന്നു, ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. ഇറ്റ് മീൻസ് ചെറിയ നമ്മുടെ ഇന്നത്തെ പിക്ചർ ഒന്ന് ക്ലിയർ ചെയ്യാമോ, എങ്ങനെയാണ് അതിൻ്റെ കൗണ്ടിങ് കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ഇന്നത്തെ പിക്ചർ നമുക്ക് ക്ലിയർ ചെയ്യും. ഇന്ന് എന്താണ് മാർക്കറ്റ് നടന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഇന്നലെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ്. എൻഡിങ് ഡയൽ മാർക്കറ്റിൽ ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കൊണ്ട് എൻഡിങ് ഡയലാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. എൻഡിങ് ഡയൽ ദാറ്റ് മീൻസ് പ്രൈസിൻ്റെ എൻഡ്. ബട്ട് അവർ നെക്സ്റ്റ് വീണ്ടും പ്രൈസ് ഗ്യാപ് ഡൗൺ ആൻഡ് ദെൻ ഇപ്പോൾ 2-3 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ എൻഡിങ് ഡയൽ ഫോം ചെയ്യണം ആൻഡ് ദെൻ ഗ്യാപ് ഡൗൺ ആൻഡ് ദെൻ വീണ്ടും എൻഡിങ് ഡയൽ, ദെൻ ഇന്നും ഗ്യാപ് ഡൗൺ ആൻഡ് വീണ്ടും ഇന്ന് ഓൾമോസ്റ്റ് എൻഡിങ് ഡയലാണ് ഇന്ന് വീണ്ടും ഫോം ചെയ്തത്. പല ടൈപ്പാണ് എൻഡിങ് ഡയൽ. ഒരേ ഒരു ഷേപ്പ് ഉണ്ടാവില്ല, ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും. നമുക്കിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ലെവൽസൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യും. ഒത്തിരി ലെവൽസ് ഒത്തിരി ഫാറാണ് ഈ ലെവൽസൊക്കെ, നമുക്കതൊന്നും നോക്കണ്ട. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്മോൾ ടൈം ഫ്രെയിം, ഇന്നത്തെ ഒരു സ്മോൾ ടൈം ഫ്രെയിം നോക്കാം. സോ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രൈസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയി. ഓക്കെ, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ട് പ്രൈസ് താഴേക്ക് വന്നത് ഈ മൂവ് കണ്ടോ, 1 2 3 ഈ ഒരു മൂവ്, ഫസ്റ്റ് എന്ത് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഗ്യാപ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേഗം 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞിട്ട് ഇത്ര ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് സ്ട്രക്ചർ മോർണിംഗിൽ. സോ 1 2 3 4 5 ഈ 5 സ്ട്രക്ചറിലേക്ക് പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, 5 സ്ട്രക്ചർ താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഫോം ചെയ്ത് 5 മൂവ് കഴിഞ്ഞാൽ എന്താ ഫോം ആവുന്നത്, എൻഡിങ് ഡയൽ പാറ്റേൺ. ഇത് കണ്ടോ, റൈറ്റ്, ഇത് ഫോമായി. ആൻഡ് ദെൻ പ്രൈസ് ഇവിടുന്ന് ബൗൺസ് എടുക്കേണ്ടതാണല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പ്രൈസ് ഇവിടുന്ന് ബൗൺസ് എടുത്തു. ഈ ബൗൺസ് ഇത് കണ്ടോ, ഈ ബൗൺസ് വന്നു. ബൗൺസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ബൗൺസ് 1 2 3 5 പ്രൈസ് താഴേക്ക് വന്നു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. ആൻഡ് 3ലേക്കാണ് 1 2 3ലേക്കാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ടത്. ഓക്കെ, സോ മുകളിലേക്ക് പോകാനെടുത്ത് നമ്മൾ ഇവിടെ നിന്നാണ് ഈ ഒരു എൻഡിങ് ഡയൽ, ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ എൻഡിങ് ഡയൽ പാറ്റേൺ, ഇതിൻ്റെ ഈ ഒരു ഹൈ ഇവിടെ നിന്ന് നമ്മൾ ഫിബൊനാച്ചി വെക്കണം, ലേറ്റസ്റ്റ് ലോ. ഓക്കെ, സോ നമ്മൾ അത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പ്രൈസ് ആക്ച്വലി 61.80% വരേണ്ടതാണ്. ഓക്കെ, ബട്ട് പ്രൈസ് ഇന്ന് കണ്ടോ അവിടെ വരെ ടച്ച് ചെയ്യാതെ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് മിസ്സായിട്ട് 61.80 എക്സാക്ട്ലി വന്നില്ല, കണ്ടോ, ജസ്റ്റ് അവിടെ നിന്ന് മിസ്സായി. സംതിങ് ഒരു 5 or 6 പോയിന്റ് മിസ്സായി. സോ അത് ഒരു വീക്ക്നെസ് സൈൻ ആണെന്ന് പറയാം. കാരണം വീക്ക്നെസ് സൈൻ എന്ന് വെച്ചാൽ ഇവിടെ വന്ന ഫർദർ നമുക്ക് പറയാം ഇതൊരു വേവിൻ്റെ ഒരു നമ്മൾ ഇതുവരെ വന്നിട്ടേ ഇല്ല. ആക്ച്വലി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വേവിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. വേവിൻ്റെ ലേണിംഗ് ഫുൾ വീഡിയോ വേവ് 1 ഇതുവരെ വീഡിയോയിലേക്ക് ഞാൻ വന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ആ വേവ് 1 വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു റൂളാണ്, ഫസ്റ്റ് റൂളാണ് 61.80% വരണം. വന്നില്ലെങ്കിൽ പ്രൈസിൽ വീക്ക്നെസ് ആണ്. അതുപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റ് മറ്റേ സൈഡാണ്, ബുള്ളിഷ് സൈഡിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫർദർ വേവ് മീൻസ് പ്രൈസ് ഒന്നുകൂടി ആ സൈഡിലേക്ക് പോകാൻ തുടങ്ങും. സോ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് 61.80% വന്നില്ല. ദാറ്റ് മീൻസ് പ്രൈസ് ഇനി ഫർദർ താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്, കൺഫർമേഷൻ അല്ല ചാൻസസ് ഉണ്ട്. അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ കിട്ടുക. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ഇപ്പോൾ സപ്പോസ് ഇവിടെ വരെ ബ്രൗൺസ് വന്നു. ഓക്കെ, അത് നമ്മുടെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇന്ന് ഞാൻ കാലത്തിൽ തന്നെ പറഞ്ഞു പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യാൻ പോവുക. 22,305 ഞാൻ പറഞ്ഞായിരുന്നു, 300 മാത്രമേ അടിച്ചിട്ടുള്ളൂ, 5 പോയിൻറ്റ്സ് മിസ്സായി. സോ മിസ്സായി, ദാറ്റ് മീൻസ് പ്രൈസിൽ വീക്ക്നെസ് ആണ്.
സോ പിന്നെ വേറൊരു കാര്യം, പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു ലെഗ് ഇപ്പോൾ ഇവിടെ വരെ വന്നല്ലോ പ്രൈസ്. ഓക്കെ, ഇപ്പോൾ ഈ ലെഗ് നമ്മൾ ഫിബനാച്ചി വെക്കണം. ഈ ചെറിയ ലെഗിൽ നമ്മൾ ഫിബനാച്ചി വെച്ചിട്ട് നമ്മൾ നോക്കാം 81.20% ഹോൾഡ് ചെയ്യണം. ഇനി ഇത് കണ്ടോ 81.20%, അത് പ്രൈസ് വന്നു, കണ്ട എക്സാക്റ്റ് അവിടെ വന്നു, ഹോൾഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ബൗൺസ് അതിന് വീണ്ടും അത് കണ്ടോ വീണ്ടും അവിടെ വരെ വന്നു. ആൻഡ് ദെൻ ബൗൺസ് അതിന് പിന്നെയാണ് പ്രൈസ് എന്താ ബ്രേക്ക് ഡൗൺ ആയത്. ദാറ്റ് മീൻസ് പ്രൈസിൽ പിന്നെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 1 മിനിറ്റ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഏത് പാറ്റേൺ ആണ് ഇത്, ഈവനിങ് സ്റ്റാർ വീക്ക്നെസ് ഷോ ചെയ്യണം. ഓക്കെ, പ്രൈസ് സോ ബൗൺസ് എക്സാക്റ്റ് വരുന്നുണ്ട്, കണ്ടോ ബട്ട് സ്ട്രെങ്ത് കിട്ടുന്നില്ല മുകളിലേക്ക് പോകാനുള്ള. കണ്ടോ ഇവിടുന്ന് ബൗൺസ് എടുത്തു, പിന്നെ എക്സാക്റ്റ് അവിടെ നിന്ന് ബൗൺസ് എടുത്തു, പിന്നെ തേർഡ് ടൈമിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പോസ് എടുത്ത് ബ്രേക്ക് ഡൗൺ. ദാറ്റ് മീൻസ് പിന്നെ പ്രൈസ് പൊങ്ങത്തില്ല, പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ ഇത് മാറുന്നത് ABC സ്ട്രക്ചറിലാണ്. ABC സ്ട്രക്ചർ ദാറ്റ് മീൻസ് ഈ ഒരു ലോ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു, നമ്മുടെ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. ഈ ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് 22,200 ആൻഡ് 22,160 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇവിടെ വരെ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് മാറാൻ ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങോട്ട് പിന്നെ സൈഡ് വേസ് ആയിരുന്നു. സോ ഇവിടെ വരെയാണ് ഞാൻ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് മാർക്കറ്റിലാണ് നടന്നത്. സോ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ ഇൻവേർട്ട് സ്കെയിൽ കാണിച്ചു തരാം. ഇൻവേർട്ട് സ്കെയിൽ കാണിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ നിങ്ങൾക്ക് പിക്ചർ കിട്ടും. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ബുൾ സൈഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായി, ഇത് ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ, പ്രൈസ് ഇവിടെ വന്നിട്ട് ബൗൺസ് എടുത്തു. ആൻഡ് ദെൻ പിന്നെ തേർഡ് വേവിലായല്ലോ. ഇങ്ങനെ വിചാരിച്ചാലും മതി. ABCD നിങ്ങൾ എന്ത് ചെയ്യുക, 1 സെക്കൻഡ് വേവ് ആൻഡ് തേർഡ് വേവ് മുകളിലേക്ക് പോയി. തേർഡ് വേവ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എക്സ്റ്റെൻഡ് ഫിബനാച്ചി വെച്ചിട്ടാണ്. ഓക്കെ, സോ എക്സ്റ്റെൻഡ് ഫിബനാച്ചി എങ്ങനെയാണ് വെക്കേണ്ടത്, ഫ്രം ഇന്നത്തെ ബോട്ടം ഇതിൻ്റെ ടോപ്പ് ആൻഡ് ദെൻ ഇതിൻ്റെ ഒരു ലോ 81.20% ആണ് വരേണ്ടത്. 76 ഈ റേഷ്യോ മാറി 81.20% ആണ് വന്നത്. ഞാൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചേഞ്ച് ചെയ്തു, കണ്ടോ പ്രൈസ് 81.20% വരേണ്ടത് ഏത് മറ്റേ ABC-യിൽ 1 to 3 പ്രൈസ് ഹൈ പോകും. ABC-യിൽ എത്ര വരെ പോകാറുള്ളൂ, ഒരു മാക്സ് 100% ആണ് നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളൂ. എത്ര 100%. ഓക്കെ, ABC-യിൽ ടാർഗറ്റ് 61.80% ആൻഡ് 81.20% ആൻഡ് മാക്സ് 100 അതിലേ പോകാറുള്ളൂ ABC സ്ട്രക്ചർ. സോ ഇത് ഓവറോൾ എന്തായിരുന്നു, ABC സ്ട്രക്ചർ ആയിരുന്നു. ഓക്കെ, അതിന് ABC എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ABC നമ്മൾ ഇവിടുന്ന് എടുക്കാം, ഇലീറ്റ് വേവ് കറക്ഷൻ ABC കറക്ഷനാണ് ABC എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വലിയ മൂവ് ഉണ്ടാവില്ല, ചെറിയ റെയർ മൂവ്സ് ഒക്കെ ആയിരിക്കുള്ളൂ. സോറി, ഈ ഫിബനാച്ചി ഡിലീറ്റ് ചെയ്യട്ടെ കേട്ടോ. യെസ്, ഈ ബോട്ടം. ഓക്കെ, ദെൻ ഇവിടുന്ന് ഇത്. ഓക്കെ, ഇതാണ് ABCയുടെ ആ മൂവ് വന്നിരിക്കുന്നത്, റൈറ്റ്. ഇത് ഫുൾ AI BI CI നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ 1 2 3. ഓക്കെ, പക്ഷേ ABC എന്ന് പറഞ്ഞ ഒരു കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ട്രബിൾ പ്രൈസിൽ അത്ര ഫ്ലോ ഉണ്ടാവില്ല, അത്രയ്ക്ക് ടാർഗറ്റ്സ് കിട്ടത്തില്ല, ആൻഡ് ഓപ്ഷൻ ബയർസിന് അധികമൊന്നും കിട്ടത്തില്ല. അതാണ് കറക്ഷൻസിൻ്റെ ഉദ്ദേശം. ABC എന്ന് പറഞ്ഞ കറക്ഷൻസ് ഉദ്ദേശം. ഓപ്ഷൻ ബയർസിന് വലിയ കാര്യമായിട്ടൊന്നും കിട്ടും, ഇല്ലാന്നൊന്നുമില്ല. അത് ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ മൂവിൽ കിട്ടാറുണ്ട്, ഇല്ലാന്നല്ല, നമുക്ക് കിട്ടും. ബട്ട് അത് ഈസിലി കിട്ടത്തില്ല. ABC എന്ന് പറഞ്ഞാൽ അതാണ് കറക്ഷൻസ് ടഫസ്റ്റ് പോയിന്റ് ഓഫ് ഓപ്ഷൻസ് ആയിരിക്കും ടഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സോ ഇതാണ് ഇൻവേർട്ടഡ് സ്കെയിലാക്കി ഇപ്പോൾ നോർമൽ പ്രൈസ് ഇതിലേക്കായി നമ്മൾ. സോ ഇതാണ് ഇന്നത്തെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ABC എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇതാണ്. സോ അതാണ് ഇന്ന് ഇവിടെ വന്ന് പിന്നെ ലാസ്റ്റിൽ പ്രൈസ് സ്റ്റക്കായി 22,160. അതാണ് ഞാൻ അത്ര വരെ തന്നിട്ടുള്ളത്. അതിന് മാറുന്നത് കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് പ്രൈസ് കുറച്ചൊക്കെ താഴേക്ക് വരും. 50 പോയിന്റ്സ് അത് കഴിഞ്ഞ് താഴേക്ക് വന്നു. ബട്ട് ഓപ്ഷൻ ബൈസിക്ക് അവിടെ എന്താ കിട്ടിയത് നോക്കിക്കുക, ഇവിടെ എന്തെങ്കിലും കിട്ടും, കൺസൾട്ടേഷൻ മാത്രമേ ഓപ്ഷൻ ബയസിന് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഫർദർ ഇവിടുന്ന് ശരി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫർദർ ഇവിടുന്ന് ഒരു ബൗൺസ് വരേണ്ടതാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ചാർട്ടിൽ പ്രൈസ് ഇപ്പോൾ ഇവിടുന്ന് ഒരു വീണ്ടും എൻഡി ഡയൽ പാറ്റേൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. മൺഡേ ഓപ്പണിംഗ് എങ്ങനെ അതിലായിരിക്കും ഡിപ്പെൻഡ്. ബൗൺസ് വരേണ്ടതാണ്, ബൗൺസ് വന്നാൽ അത്രയ്ക്ക് നല്ലതാണ്. നോക്കണം, ഇത് കണ്ടോ സ്ട്രക്ചറിൽ സ്മോൾ ടൈപ്പിൽ നോക്കണമെങ്കിൽ ഇത് ഇവിടുന്ന് വന്ന് 2 3 4th ബൗൺസ് എടുത്ത് 5th ഒന്നുകൂടി താഴേക്കാണ് കാണിക്കുന്നത്. സോ മൺഡേ മാർക്കറ്റ് 22,000 സപ്പോർട്ട് എടുക്കാനുള്ളത് 22,000. ഈ ഒരു നമ്പർ അത് റൗണ്ട് നമ്പറാണ്, അതൊന്നും മറക്കേണ്ട. റൗണ്ട് നമ്പർ ബിഗ്ഗസ്റ്റ് നമ്പറാണ് 22,000 ആൻഡ് 22,070. ഓക്കെ, ഈ രണ്ട് സപ്പോർട്ട്സാണ് ഉള്ളത്. അതിൻ്റെ ബിലോ ശരിക്കും പോയാൽ പിന്നെ 950 900 അത്രയ്ക്ക് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ബട്ട്
5 എവിടെ കംപ്ലീറ്റ് ചെയ്യും, മൺഡേ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ 5 ഇവിടെ എവിടെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 5 കംപ്ലീറ്റ് ചെയ്ത് പിന്നെ മുകളിലേക്ക് പ്രൈസ് പോകാൻ തുടങ്ങി, അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ നമുക്ക് മുകളിലേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൺഫേം ചെയ്യും. ഇനി പ്രൈസ് ഇതിൻ്റെ അബവ് 22,200 അബവ് പോയാൽ മാത്രമേ നമുക്ക് അപ്പ് സൈഡിൻ്റെ ഒരു കൺഫർമേഷൻ, ഒരു ചെറിയ ബൗൺസ് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് പ്രൈസിലൊരു ബുൾഷ്നെസ് സ്റ്റാർട്ട് ആവാറായി. ഓക്കെ, സോ 22,200 അബവ് അതിൻ്റെ അബവ് പോയാൽ മാത്രം പ്രൈസ് പിന്നെ ഇതൊക്കെ കാണിക്കും 22,290 എന്നൊക്കെ കൊടുത്തതാണ്. സോ മോസ്റ്റ്ലി പ്രൈസ് താഴേക്ക് വന്നാൽ 22,070 ആൻഡ് ദെൻ 22,000 ഈ റൗണ്ട് നമ്പർ ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി അപ്പ് സൈഡ് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. ഓക്കെ, സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ബട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പല ടൈം ഫ്രെയിമുകൾ നോക്കുകയാണെങ്കിൽ വലിയൊരു സ്ട്രെങ്ത് ഒന്നുമില്ല ഇതുവരെ. പ്രൈസ് ഇവിടെ പോസ് എടുക്കുന്നു, ബട്ട് സ്ട്രെങ്ത് ഒന്നുമില്ല റിവേഴ്സലിൻ്റെ. പക്ഷേ പോസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇവിടെ 2 പോസ് എടുക്കുന്നുണ്ട്. സോ അതാണ് ഇനി കൺഫർമേഷൻ ഇനി നമ്മൾ റിവേഴ്സൽ അല്ല ഡിസ്കസ് ചെയ്യണത്. കൺഫർമേഷൻ 1 ആകുമ്പോൾ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഒരു ബുൾ സൈൻ നമ്മൾ നോക്കത്തുള്ളൂ. ബട്ട് ബിയറിഷും അധികം ആവാനില്ല, ടാർഗറ്റ്സ് ഒത്തിരി താഴേക്കായി. ഇനി നമ്മുടെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു പാറ്റേൺ ആണ്, എൻഡിങ് ഡയഗണൽ പാറ്റേൺ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ നിന്നാണ് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്ട്രക്ചർ. ഓക്കെ, സോ ഇവിടുന്ന് 1 2 3 4 5 വേവിലാണ് ഇപ്പോൾ കിടക്കുന്നത് പ്രൈസ്. ഓക്കെ, 5 വേവിൽ നമ്മുടെ 5 ഇടുന്നത് 3 4 ആൻഡ് 5 ഇതാണ് നമ്മുടെ 5 ഇതാണ് 5. ഓക്കെ, സോ 5ൻ്റെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്. എൻഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ നമ്മൾ ഫിബൊനാച്ചി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ഫ്രം ഹിയർ ടു ഇവിടുന്ന് ഇവിടെ വരെ യെസ്. ഇപ്പോൾ പ്രൈസ് നോക്കുവാണെങ്കിൽ എക്സാക്റ്റ് ആണല്ലോ. യെസ്, ഓക്കെ, ഇവിടെയും കറക്റ്റാണ്. യെസ്, സോ പ്രൈസ് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ ഏതായിരുന്നു 127%, 22,513. ഓക്കെ, 500 റൗണ്ട് നമ്പർ കൂട്ടിക്കും. അത് ബ്രേക്ക് ഡൗൺ ആയി. ബാക്കിക്ക് പിന്നെ ചെറിയ സപ്പോർട്ട് ലെവൽസ്. ഇനി മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് 22,160. അതിൻ്റെ ബില്ലുമാണ് ഇപ്പോൾ ക്ലോസിങ് അയക്കണേ. സോ പ്രൈസ് ഓവർസോഡിലേക്ക് പോകുന്നു. നമ്മുടെ ഫിഫ്ത്ത് വേവ് ഉണ്ടല്ലോ, 5th എൻഡിങ് ഡയഗണൽ പാറ്റേൺ, അതിൻ്റെയും ഒരു ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ട് ദാറ്റ് മീൻസ് കുറച്ചുകൂടി താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് കൺഫർമേഷൻ എപ്പോഴും കിട്ടുക, നമുക്ക് കൺഫർമേഷൻ കിട്ടുന്ന പ്രൈസ് ഇപ്പോൾ എൻഡിങ് ഡയഗണൽ ഓക്കെ താഴേക്ക് പോകുന്നു, എൻഡിങ് ഡയഗണൽ കാണിച്ചിട്ട് പ്രൈസ് താഴേക്ക് പോവുക. ഓക്കെ, താഴേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറിയിട്ട് ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് കയറണം, ഇങ്ങനെ ബൗൺസ് തരണം. പിന്നെ ABC സ്ട്രക്ചർ ഇവിടെ നിന്ന് ഉണ്ടാക്കണം. ഓക്കെ, ABC സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കണം. ദാറ്റ് മീൻസ് അപ്പോഴാണ് നമുക്ക് 1 2 3 വേവിൻ്റെ ആ സ്മോൾ ടൈം ആ ഒരു 1 hour ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് പ്രൈസ് ഇനി എൻറ്റർഡ് ആയിട്ട് ബുള്ളിഷ് സൈഡിലേക്ക്. ഓക്കെ, ശ്രദ്ധിക്കണം അത്. സോ അതുവരെ നമുക്ക് കൺഫർമേഷൻ കിട്ടത്തില്ല. പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, പ്രൈസ് താഴേക്ക് വരും, ഇവിടെ താഴേക്ക് വരും, പിന്നെ മുകളിലേക്ക് റിവേഴ്സ് എടുക്കണം. ആൻഡ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം. നമ്മുടെ ഈ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം, മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വരണം. അപ്പോൾ നമ്മൾ 81.20 ഡിസ്കസ് ചെയ്യും അവിടെ നിന്ന് ആ ഫോൾ വരുമ്പോഴത്തേക്ക്. അത് ഞാൻ പറയാം, ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ഞാൻ ഒരു ബിഗ് പിക്ചർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രൈസ് താഴേക്ക് വന്നിട്ട് പിന്നെ ABC ഇവിടെ ABC ഫോം ചെയ്യും, പിന്നെയാണ് കൺഫർമേഷൻ കിട്ടുള്ളൂ. സോ ഇതൊരു ഫാറാണ്, ലോങ് ആണ് ഈ ഡിസ്കഷൻ, ലോങ് ആയി ഇപ്പോൾ എടുക്കണം. ഫസ്റ്റ് ഇവിടുന്ന് ഒന്ന് റിവേഴ്സ് താഴേക്ക് വന്നിട്ട് റിവേഴ്സ് എടുക്കണം. ആദ്യമേ എവിടെ നിന്ന് റിവേഴ്സ് എടുക്കണം നമുക്കത് അറിയത്തില്ല, അത് റിവേഴ്സ് എടുക്കണം. ഇനി ഫെർദർ സപ്പോർട്ട്സ് ഉണ്ട് താഴേക്ക്, ഇനിയുണ്ട്. ബട്ട് പ്രൈസ് ഓൾമോസ്റ്റ് ഫിനിഷ് എന്ന് പറയാം. ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ലെവൽസ്, നമുക്കത് നോക്കണ്ട. ഞാനും ഇപ്പോൾ ഞാൻ ഈ സൈഡും അല്ല, ന്യൂട്രൽ സൈഡിലാണ്. ദറ്റ് മീൻസ് പ്രൈസ് നമുക്ക് കൺഫർമേഷൻ എപ്പോഴും കിട്ടിയാൽ നമുക്ക് ഇതാണ്, ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുമ്പോൾ പിന്നെ ABC നേച്ചറിൽ ഫോം ആവും. 1 hour ചാർട്ട് ചെയ്യും, 1 hour ABC ചാർട്ട്. ദെൻ ആണ് നമ്മൾ പിന്നെ ബാക്കി കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിലെ പിക്ചർ. കൺഫർമേഷൻ നമുക്ക് അപ്പോഴേ കിട്ടുക, അതുവരെ സൈലൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക, ചെറിയ സ്കാൽപ്പ് ചെയ്യുക, ട്രേഡ് എടുക്കുക. പിന്നെയാണ് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇനി ഒത്തിരി പേര് ഇപ്പോൾ സ്റ്റോക്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോക്സിൽ ആക്ച്വലി എങ്ങനെയാണെന്ന് അറിയാമോ, സ്റ്റോക്സിൻ്റെ ബൈ ആൻഡ് സെൽ റിക്കമെൻഡേഷൻ ഒന്നും ഇല്ല. ബട്ട് യെസ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു പിക്ചർ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കുക. സപ്പോസ് പ്രൈസ് താഴേക്ക് വരുന്നു 1 2 3 4 5 എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് പ്രൈസ് മുകളിലേക്ക് കയറുമ്പോൾ
ഫസ്റ്റ് വേവ് ഉണ്ടാക്കണം. ഓക്കെ, ഫസ്റ്റ് വേവ് ഉണ്ടാക്കിയിട്ട് പ്രൈസ് മീൻസ് സ്റ്റാർട്ട് ആവണം, താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാർട്ട് ആവണം. ദെൻ താഴേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇവിടെ വരെ ഫിബൊനാച്ചി വെക്കുക. ഫിബൊനാച്ചി വെച്ചിട്ട് ആ ഫോൾ താഴേക്ക് വരുമല്ലോ, പ്രൈസ് 81.20% റെസ്പെക്ട് ചെയ്യണം. 81.20 റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്ത് തിരിച്ച് കയറുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടും. ദാറ്റ് മീൻസ് പ്രൈസ് എന്തായി ബുള്ളിഷ് സൈഡിലേക്ക് എൻറ്റേർഡ് ചെയ്യാൻ പോവുകയാണ്. സോ ശ്രദ്ധിക്കുക, എപ്പോഴും ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ നോക്കണ്ട, ഫസ്റ്റ് വരെ പൊക്കട്ടെ, ബോട്ടം ഉണ്ടാക്കി പൊക്കട്ടെ. താഴേക്ക് വരുമ്പോൾ 81.20% റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് 1 hour ചാർട്ടിൽ 81.20 റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല, അതാണ് നമുക്ക് നോക്കാം. ദെൻ ഇവിടുന്ന് നമുക്ക് വേണം എൻട്രി ചെയ്യാൻ. അപ്പോൾ നമ്മുടെ എസ് എൽ എന്തായിരിക്കും, ഇതിൻ്റെ ലോ. സോ മനസ്സിലായി, ഇതിൻ്റെ ലോ ആയിരിക്കും. സോ തീരെ ചെറിയ എസ് എൽ ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ കണ്ണടച്ചിട്ട് വിട്, ചിലപ്പോൾ പിന്നെ പ്രൈസ് കൊടുത്തിട്ട് താഴേക്ക് പോകും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ലേണിംഗ് കൂടിയായി. ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴാണ് എങ്ങനെ ആക്ഷൻ എടുക്കേണ്ടത്, മനസ്സിലായോ? പല ടൈം ഫ്രെയിമിലാണ്, ബട്ട് 1 hour ഞാൻ ബെസ്റ്റ് പറയുള്ളൂ. 1 hour നമുക്ക് കുറച്ചുകൂടി ബെറ്റർ കൺഫർമേഷൻ നമുക്ക് കിട്ടും. നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്, ഏത് സ്റ്റോക്ക് ആയാലും ഇൻഡെക്സ് ആയാലും എന്തായാലും. ഓക്കെ, ഇത് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു സജഷനാണ്. നമ്മൾ എപ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുക. അവർ ബോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പ്രൈസ് പൊക്കി കഴിഞ്ഞിട്ട് ദെൻ താഴേക്ക് വരും, തീർച്ചയായിട്ടും പ്രൈസ് വരും. അങ്ങനെ ഒറ്റയടിക്കൊന്നും പോകത്തില്ല, മനസ്സിലായോ? താഴേക്ക് വരുമ്പോൾ 81.20% റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് മെയിൻ, അത് തന്നെ ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടി ഈ ലേണിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫെർദർ ലേണിംഗ് ഇതുപോലത്തെ തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി, കുറച്ചുകൂടി ബിഗ് പിക്ചറിൽ കുറച്ചുകൂടി ക്ലിയറിറ്റി ഞാൻ ഷെയർ ചെയ്ത് തരാം നിങ്ങളുടെ കൂടെ. ഓക്കെ, ഷെയർ ചെയ്യും. ഇനി വേഗം നമുക്ക് വേറെ സമയം കളഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ലെവൽസിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞല്ലോ, ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ മീൻസ് ഫെർദർ വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ ഇല്ല, ലിമിറ്റഡ് ആണ്, ഇല്ല എന്നല്ല, ബട്ട് യെസ് അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ അധികം വലിയൊരു കാണത്തില്ല. ഉണ്ടോ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പിക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ. ബാങ്ക് നിഫ്റ്റി ബിഗർ ടൈം ഫ്രെയിമിൽ യെസ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഇത് സപ്പോർട്ട് കാര്യങ്ങൾ ഇതാണ്. ഫെർദർ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഫെർദർ ലെവൽസ്. ഇനി വേണമെങ്കിൽ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് ഇതായി. ഓക്കെ, 48,560 റെഡാക്കി മാർക്ക് ചെയ്യുക. താഴെ സപ്പോർട്ട് ഫെർദർ ഫോൾ ഈ ഇതിൻ്റെ ബിലോ തന്നെ ആയിരിക്കുള്ളൂ. അത് ട്രാപ്പ് ചെയ്യുള്ളൂ, കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് അധികം വീക്ക്നെസ് കാണുന്നില്ല. ഇത് ബിഗർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാനാണെങ്കിൽ ഇതുവരെ ആ ഒരു ലോ ഇത് കണ്ടോ, സേവ് ചെയ്ത് വെച്ചേക്കാണ് ഈ ലോ. ഇനി ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫെർദർ വീക്ക്നെസ് തുടങ്ങുള്ളൂ. ഈ ഒരു ലോ കണ്ടോ, ഇവിടെയും ബോട്ടം ഉണ്ടാക്കി, ഇവിടെയും ബോട്ടം, വീണ്ടും പ്രൈസ് ബാങ്ക് നിഫ്റ്റിയിൽ മീൻസ് ഓൾറെഡി അത്രയ്ക്ക് വീക്ക്നെസ് ആയി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ പിടിച്ച് വെച്ചേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി സ്ലോ ആയിരിക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റി അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ചെറിയ സ്കാൽപ്പ് വെക്കണമെങ്കിൽ ഓക്കെ. പിന്നെ 48,560 ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് പറയുന്നത് ഇതായിരിക്കും 48,900 നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുള്ളൂ. ഇവിടെ നിന്നാണ് പ്രൈസ് ഷാർപ്ലി ഫോളായി കണ്ടോ, ഗ്യാപ് ഡൗൺ, അതിന് മുന്നേ റെഡ് ക്യാൻഡിൽസ് എന്തൊക്കെയാണ് വീക്ക്നെസ് ആണ് ഷോ ചെയ്യുന്നത് ഇവിടെ. അതിൻ്റെ അബവ് പ്രൈസ് പോയെങ്കിൽ ഇതായിരിക്കും നെക്സ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, സപ്പോർട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു സജഷൻ. ഇവിടെ നിന്ന് ചിലപ്പോൾ റിവേഴ്സ് കിട്ടുവാണെങ്കിൽ 48,000 തന്നെ ആക്കിക്കുക. ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ ബൈ. ഓക്കെ, സ്ലോലി നമുക്ക് പ്രൈസ് മുകളിലേക്ക് കിട്ടും. ഓപ്ഷൻ ബയേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ, കാരണം ഇത് കണ്ടു കൺസോളിഡേഷൻ ഫേസ് ആണ്. ഈ ഒരു പാറ്റേണിൻ്റെ കൺസോളിഡേഷൻ ഫേസ് ആണ്. അത് സ്കാൽപ്പ് മാത്രം കിട്ടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോഴാണ് സെല്ലർ ഓടാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ പ്രൈസ് നമുക്ക് കിട്ടും, മനസ്സിലായോ? ഞാൻ സെൻസെക്സിൽ ഇനി വേഗം സെൻസെക്സ് ഒക്കെ പൊട്ടി. സെൻസെക്സൊക്കെയാണ് നല്ലൊരു ബ്ലഡ് ബാത്ത് ആയി കിടക്കുന്നത്. സെൻസെക്സിനെ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് അത് തന്നെ നിഫ്റ്റിയുടെ എക്സാക്ട് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പിക്ചർ. എൻറ്റി ഡയഗണൽ പാറ്റേൺ പോലെ. ഓക്കെ, ഇങ്ങനത്തെ തന്നെ ഒരു പിക്ചറാണ് സെൻസെക്സിൽ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വ്യത്യാസം ഇതിനകത്ത് ഉണ്ടാവില്ല സെൻസെക്സിലൊക്കെ. യെസ്, ഓക്കെ. ഫർദർ നമ്മുടെ 73,000 ആണ് ഒരു റൗണ്ട് നമ്പർ കൂടിയാണ്. 73,000 സപ്പോർട്ടായിട്ട് മാറുക.
സോ സപ്പോർട്ട് ചെയ്താണ്. പിന്നെ ഇനി ബുളിഷ്നെസ് എന്തെങ്കിലും പ്രൈസിൽ ബുളിഷ്നെസ് എപ്പോഴും കിട്ടുക ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ഓക്കെ 73,400 അബവ് പോവുകയാണെങ്കിൽ എപ്പോഴാണ് ചെറിയൊരു ബുളിഷ്നെസ് കിട്ടും. പിന്നെ നെക്സ്റ്റ് ഇതായിരിക്കും റെസിസ്റ്റൻസ്, അതുകൂടി ബ്രേക്ക് ആയാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതിലേക്ക് മാറും. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് സ്ലോലി പ്രൈസ്. സോ ബെറ്റർ ഇത് തന്നെ ഇവിടെ വന്നാലാണ് നമുക്ക് നോക്കേണ്ടത് 73,000 ആ ഏരിയ വന്നാലാണ് ഫോർത്ത് നമുക്ക് നോക്കാനുള്ളൂ. അതുകൂടി ബ്രേക്ക് ആയാൽ പിന്നെ സ്ലോലി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് ഒരു എക്സ്പാൻഡീവ് ട്രയാങ്കിളിലാണ് ഇതിനകത്താണ് ഇപ്പോൾ ഉള്ളത്. സ്ലോലി താഴേക്ക് വരാനുള്ളതുണ്ടാവും. ഓക്കെ, ഇനി വേഗം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്പ് തന്നെ ഗ്യാപ്പ് ഡൗൺ ആയി. എല്ലാത്തിനും പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക്നെസ് തന്നെയാണ്. ഒരു ബുള്ളിഷ്നെസ് ഇതുവരെ കാണുന്നില്ല. റിബോർട്ട്സൺ കാണുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതിൻ്റെ ഇതാണ്, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് ഇനി ഫർദർ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഇനി ഫർദർ ഇതിൻ്റെ ബിലോ മാത്രമേ ഉള്ളൂ ഫർദർ സെൽ. ഓക്കെ, 10,680 ബിലോ. ഓക്കെ, ബൈ വരുവാണെങ്കിൽ ഇതിൻ്റെ അബവ് തന്നെ, പിന്നെ ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സപ്പോർട്ട്. സ്ട്രക്ചർ ഇതിനകത്ത് കൗണ്ട് ചെയ്യാനുള്ളത് സ്മോൾ ടൈം ഫ്രെയിമിനും പ്രത്യേകിച്ചൊന്നും കാണില്ല. ഇവിടെ നിന്ന് ഇൻ കേസ് ABC നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കറക്റ്റ് 127%ലാണ് കറക്റ്റ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ പോലെ ഇത് സ്മോൾ ടൈം 15 minutes ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഈ സ്ട്രക്ചർ ഇവിടുത്തെ ഈ ഒരു സ്ട്രക്ചർ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ. ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് 127%ലാണ് ഒന്ന് സ്റ്റക്കായി കിടക്കുന്നത്. സോ ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ഉള്ളൂ, എക്സാക്ട് ഇതിൻ്റെ ബിലോ എന്ന് വെച്ചോളൂ. 10,070 അതിൻ്റെ ബിലോ തന്നെ വെച്ചോളൂ. പ്രൈസ് സസ്റ്റെയിൻ ആവണമെങ്കിൽ മാത്രമേ ഫർദർ താഴേക്ക് നമുക്ക് പ്രൈസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക പ്ലീസ്.